C D E F G. How's you doing right now? The one you met at the campus day. Wait until you see her, you'll agree. Zoom, 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 zoom. A B C D E F G. ഗുഡ് മോർണിംഗ് സുഖു. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ തന്നെ റോട്ടിൽ പോയിരുന്നു. കുളിച്ചിട്ടില്ലാതെ ഞാൻ രാവിലെ തന്നെ 2 പേരൊക്കെ കഴുകി. നമ്മുടെ ഡേ 3 പല്ലേക്ക് ആദ്യം ഔട്ട്ഫിറ്റ് നീ ഇതിൽ മെലിഞ്ഞിരിക്കണു. സംഭവിച്ചത്. ഓ ഇറ്റ്സ് ബീൻ ഓൺലി 3 വർഷം എണ്ണാൻ പോലും അറിയാൻ പാടില്ല. 3 വർഷം ചളി തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളൂ. അമ്മ ആദ്യത്തെ പന്തിക്ക് ഇരിക്കാൻ ഓടും. കല്യാണത്തിന് താലിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു പപ്പടൊക്കെ പൊടിച്ച് ചേട്ടാ വേറെന്താ കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി പറയിപ്പിക്കും. റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ഉണ്ട്. ഇന്ന് സമയം 12/14 ജൂൺ 2 ജൂൺ 3 ചൊവ്വാഴ്ച. നമ്മള് ബാംഗ്ലൂര് നിക്കുന്നു. അബി ഒരു പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തൊട്ട് ഷുഗർ ആൻഡ് ചോറും ഷുഗറും വറപൊരി സാധനങ്ങളും വറുത്ത വറപൊരി എന്ന് പറയുമ്പോ ഞാൻ ആലോചിക്കണം ഈ ചിപ്സ്. പിന്നെ എന്താണ് വറുത്ത മീൻ, പൊരിച്ച മീൻ, വറുത്ത ചിക്കൻ, ബീഫ് ഉലത്തിയത്, മറ്റേത് എല്ലാം എല്ലാം നിർത്താം. ചോറ് ഇൻക്ലൂഡിങ് അത്. അഭി മാത്രല്ല ഷവർമ 5 മണി ഷവർമ നമ്മള് കട്ടി. ഷവർമ ഡാഡിയില്ല, ഷവർമ മമ്മി. തിന്നാനും ഇങ്ങനെ കറങ്ങാനും ഒക്കെ നമ്മൾ ഒരുമിച്ച. പക്ഷെ ഇതിന് നമ്മൾ ഒരുമിച്ചല്ല. അപ്പൊ ചിലപ്പോ നമ്മൾ ഒരുമിച്ചാ അത് ഡയറ്റ് പൊട്ടിക്കാൻ നമ്മൾ ഒരുമിച്ച. പക്ഷെ നമ്മളൊരു നല്ല കാര്യത്തിന് നമ്മൾ ഒരുമിച്ചല്ല. ഇതിൽ തന്നെ ഒരു വീഡിയോ എടുക്കണോട്ടോ. നമ്മള് മേക്ക് ഓവർ ചേഞ്ച് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇങ്ങനെ തോളുകൾ തമ്മിൽ മുട്ടരുത്. ഓഗസ്റ്റ് 15 നമ്മള് ലഡു കഴിക്കണു. ഷുഗർ കിട്ട് ഇതാണ് അത്രയും നേരം പിടിച്ചിട്ട് ഷുഗർ വേണ്ട നമുക്ക്. എനിക്കിപ്പം ബ്രെഡ് കഴിക്കാൻ തോന്നുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട്. ഗ്രീക്ക് യോഗട്ട് കിട്ടും ഫ്ലേവേർഡ്. അത് നല്ലതാ. ആണോ? പിന്നെ അപ്പൊ അതിൽ മധുരം ഉണ്ടാവൂല. ഗ്രീക്ക് യോഗട്ട് നല്ലതാണ്. ഇനി മുതൽ അബി 1 കിലോ യോഗട്ട്. ചന്ദ്ര പറഞ്ഞു യോഗട്ട് എന്നോളാൻ പറഞ്ഞ അതിലുള്ള പഞ്ചസാരയും കലക്കി. പണ്ട് ഓട്സ് അങ്ങനെ ആയിരുന്നു തിന്നോണ്ടിരുന്നത്. എന്നോട് ഒരു ദിവസം പറയണേ നിനക്ക് എന്നോട് ദിവസം പറയണേ ഓട്സ് തിന്നാ പോരെ, ഓട്സ് തിന്നാൻ നല്ലതല്ലേ എന്നൊക്കെ എന്നോട് പറയട്ടെ. അപ്പൊ ഞാൻ ഓട്സിന് എന്താണ് ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു എന്തോ ഒരു സാധനം തിന്നണ പോലെ ഓട്സിന് അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ പറയട്ടെ എന്നോട്. ഞാൻ പറഞ്ഞു ഇവനെങ്ങനെയാ ഓട്സ് തിന്നണം? ഇവൻ പഞ്ചസാര കലക്കി പാലൊഴിച്ച് പായസം പോലെയാണ് ഓട്സ് തിന്നണത്. എന്നിട്ട് ഓട്സ് സൂപ്പറാണ് തിന്നോളാൻ.
അപ്പൊ നമ്മുടെ വീട് പോയി. നമ്മള് ബി ക്രോസ് ആയിരുന്നു, 9th B. നമ്മള് നേരെ 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 അതേ പട്ടികൾ, അതെ എന്നെ കടിക്കാൻ വന്ന പട്ടികള്. അതേ പെയിന്റ് വണ്ടി മറ്റവന്റെ വണ്ടി ആയിരിക്കും ചിലപ്പോ. വേണ്ട വേണ്ട, ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. This is not Mysore street. This is Pera. മൈസൂർ നല്ല മഴ. മൈസൂർ ശ്രീ അല്ല. എന്നിട്ടൊരു ലോട്ടസ് ബിസ്കപ്പ് ഷേക്കും. ഞാനിവിടെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി തിന്നോ? പഠിക്കാനാണെങ്കിൽ ഒരുമിച്ച് ബ്രേക്കപ്പായിന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കുന്നു, പക്ഷെ ഒറ്റയ്ക്ക് പോയി തിന്നു മിണ്ടാതെ സഹിക്കില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നു ഫ്രണ്ട്സ് ആയിട്ട്. ഒരാള് മാത്രം ഏതോ എവിടെയോ പോയി നടക്കണോക്കെ. എന്റെ പൊന്നേ, ഇവരെ കൊണ്ട് ബാംഗ്ലൂർ ഇത്തവണ നൈസായിരുന്നു. നമ്മള് വൻ പ്ലാനിങ് ഒന്നും ഇല്ലാതെ വന്ന് സിമ്പിൾ ആയിട്ട് എല്ലാം കവർ ചെയ്ത് പോയി. അതൊരു പെർഫെക്റ്റ് ചോയ്സ് ആണ്. ശോഭന കൂർഗ് പോകാത്തതിൽ എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ട്, പക്ഷെ അല്ല കൂർഗാണെങ്കിൽ അങ്ങടേക്ക് പോകണം, ഇവിടെ വന്നിട്ട് കൂർഗ് പോകണമെന്നില്ല. അതാ കൂർഗിലോട്ട് മാത്രം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് ബാംഗ്ലൂർ കോൺസെർട്ട് വിടാൻ പറ്റി, നമ്മുടെ പഴയ സ്ഥലം കാണാൻ പറ്റി, പിസ്സ കഴിക്കാൻ പറ്റി. കുറെ നാള് ബാംഗ്ലൂരിൽ നിന്നൊരു ഫീൽ. റൊമാൻറ്റിസൈസ് ചെയ്യണം മഴയൊക്കെ. വെള്ളപ്പൊക്കം വേണ്ട. സ്കൂട്ടറിൽ പോകുമ്പോ എങ്ങനെ ഒറ്റയ്ക്ക് ചാവും മഴ. അന്ന് റൊമാൻറ്റിസൈസ് ചെയ്യാത്തെ മഴ അന്ന് ചത്താനോരോ. നീലക്കുയിൽ എന്റർടൈൻമെന്റ്. ബൈ.
അടിപൊളിയായിരുന്നു. 4 ദിവസം അനിരുദ്ധിനടുത്ത് കാണാൻ പറ്റി. പ്രശ്നേഷിന് ശേഷം ചോദ്യേഷ് എന്ത് വന്നാലും ചോദ്യം ചോദിച്ചുള്ള ആൾക്കാരോട്. അവനെന്താ ചോദിച്ചേ? മാംഗോ മാർക്കറ്റ് എവിടെയാന്ന് അത് നേരിട്ട് കണ്ടിട്ടാണ് ഈ വന്നേക്കണം നമ്മള്. എന്നിട്ട് പിന്നെ അവന് ചോദ്യേഷിന് ചോദ്യം ചോദിക്കണം. ഇവിടെ കൊറേ എഡിറ്റ് ചെയ്ത നെക്സ്റ്റ് പോണത് കുറച്ച് മാമ്പഴം മേടിക്കാനാണ്. കുറച്ച് മാമ്പഴം അല്ല, ക്വിന്റൽ കണക്കിന് കിൻഡൽ അല്ല. മലയാളത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചാണ് ക്വിയാണ് എഴുതുമ്പോ. വിവരോ വിദ്യാഭ്യാസം ഇല്ലാത്ത ചെക്കൻ പട്ടി. എന്നിട്ട് ക്വിൻഡിൽ എന്ന് പറഞ്ഞ എന്നിട്ട് കാഗിയുടെ അർത്ഥം എന്താ? താൻ ക്രാഗി മോളല്ലേ, ക്രാഗി. കാക്ക ക്രാഗ് പറഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ നല്ല വലിയ മുഴുത്ത മാങ്ങകൾ കിട്ടും. അപ്പൊ മാമ്പഴം നല്ല മുഴുത്ത പഴുത്ത മാമ്പഴം കിട്ടും. ഇതിന്റെ ഇടയ്ക്ക് ഡേർട്ടി തോട്ട്സ് ആയിട്ട് മാങ്ങനെ നമ്മളെന്താ നല്ല മാങ്ങിട്ടെന്ന് പറയും. മുഴുത്ത അങ്ങനെ കൊഴുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങ ഈസ് മാങ്ങ. നമ്മുടെ നാട്ടിലെ മാങ്ങ ഇതുപോലെ കിട്ടും. നമ്മുടെ നാട്ടിലെ മാങ്ങ മരുന്നടിച്ച വാങ്ങണം. നമ്മുടെ നാട്ടിൽ ഇത്രയും കിട്ടും. പിന്നെ ഇതിന് മുഴുത്താന്നല്ലാണ്ട് പിന്നെ എന്താ പറയണത്? അത്യാവശ്യം നല്ല വലിയ മാങ്ങ കിട്ടും പറയും. ഓക്കെ, നമ്മൾ മാംഗോ പിന്നെ ലിച്ചി പിന്നെ മാംഗോസ്റ്റീൻ ഒടുക്കത്തെ വില കുറവാ. ഞങ്ങളത് ആക്ച്വലി ഒരു ബിസിനസ് പ്ലാൻ ആയിട്ടാണ്. ഈ ഐഡിയ ആരും എടുക്കരുത് കേട്ടോ. അതെ, യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് നീ സ്വിഫ്റ്റിനോട് ഇങ്ങനെ ചേർത്തിട്ട് സ്വിഫ്റ്റോ? സ്വിഫ്റ്റ് போறோமா சார்? കേരളാவுக்கு போறேன். கேரளாக்கே போறீங்களா? அப்ப இருக்கிறது எவ்வளவு எப்ப எடுத்துட்டு போங்க. ഓക്കെ, മാങ്ങ മേടിക്കാൻ കേട്ടോ. സാപ്പിട്. പക്ഷെ തൊണ്ടിന് ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ വീട്ടിൽ പോകോ. കേസർ നിനക്ക് 1 കിലോ എടുക്കണേ. ആ, ഇമാം ബസന്ത് കൊള്ളാം. ഇമാം കിലോ എവിടെ വേണോ? ഹായ് ഗൈസ്, നമ്മളിപ്പം ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. മാംഗോ മാർക്കറ്റിൽ നിന്ന് നമ്മള് പെട്ടി കണക്കിനാണ്, കിലോ കണക്കിന്, കിൻഡിൽ കണക്കിന് ആണ് മാങ്ങ മേടിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ മാംഗോ നല്ല ചീപ്പ് പ്രൈസിൽ കിട്ടും. ഞങ്ങളപ്പോ നാളെ മുതൽ ഷുഗർ കട്ടാണ്, പക്ഷെ മാങ്ങ തിന്നാം. ഇന്നത്തെ കൊണ്ട് നമ്മള് മാങ്ങാച്ചു തീർക്കും. അതിനെപ്പറ്റി എനിക്ക് 2 ദിവസം. നാളെ മുതൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോരോ സാധനങ്ങൾ, ഫേവറേറ്റ് സാധനങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അബി എന്തൊക്കെയാ കട്ട് ചെയ്യണേ? പഞ്ചസാര, ഷുഗർ, ചോറ്. ഇത് രണ്ടുമാണ് അബിയുടെ മെയിൻ. അത് രണ്ടും അവൻ കട്ട് ചെയ്യും. ചന്ദ്രു ഷവർമ, മയോ, പിന്നെ മധുരം. ഷുഗർ കട്ട്, ഓവർ മധുരല്ല, ഷുഗർ ഫുള്ളായിട്ട്, ഒരു ഓവർ മധുരല്ല, ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നു. ഓക്കെ, എല്ലാം കട്ട്. ജോർജിക്ക് മന്തി ബിരിയാണിയാണ് മെയിൻ. അതവൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോ കട്ട് ചെയ്യാൻ പോണത് ഐസ്ക്രീം ഷേക്ക്. ഇവരുടെ കൂടെ കൂടി ഒരാഴ്ച ആകെ അലമ്പായി പോയി. എനിക്ക് തിരിച്ചെന്നിട്ട് വേണം ബാക്ക് ടു നോർമൽ. എനിക്ക് 2 ദിവസത്തേക്ക് എനിക്ക് പേടിയുണ്ട് ഞാൻ ഇവരുടെ കൂടെ കൂടി ചീത്തയായി പോവെന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായിരിക്കാണ്, പരിതാപകരമായ. ഇത്രയും ഞാൻ 2 മാസം കാണാണ്ടിരിക്കുക. 2 മാസത്തിന് മുന്നേ ഇവര് ഇത്രയും അതും പതിച്ചു പോയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ അതേ അഥവാ തന്നെ ആയിരുന്നു. ഞങ്ങളുടെ ടീമിലായിരുന്നു തിന്നുവരുന്നത്. ഇപ്പൊ അപ്പുറത്തെ ടീമിൽ പോയി. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ബോറായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മള് 3 മാസത്തേക്ക് ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് നല്ലൊരു ഓഗസ്റ്റ് എല്ലാവരുടെ വെയിറ്റ് നാളെ തന്നെ നോക്കുക. എന്റെ ഗോള്, എനിക്ക് ബർത്ത്ഡേക്ക് മുന്നേ, എന്റെ ബർത്ത്ഡേ സെപ്റ്റംബറിൽ, അപ്പൊ അതിന് മുന്നേ എനിക്കൊന്ന് സെറ്റ് ആവണം. കാരണം എല്ലാ ബർത്ത്ഡേക്കും ഞാൻ അത് പറയും. എന്നിട്ട് ഞാൻ ഇത് തരും എല്ലാ ബർത്ത്ഡേക്കും. വെയിറ്റ് കുറയ്ക്കാൻ 60 65 ഇടയിൽ എത്തണം. ഇപ്പൊ 76. ഓക്കെ, ഇപ്പൊ 76. ഓക്കെ, നമുക്കപ്പോ വീട്ടിൽ ചെന്ന് എത്ര ഉണ്ടാവും അറിയില്ല. ഇല്ല, നമുക്കൊരു 10 കിലോ പിടിക്കാം. 3 മന്ത് കൊണ്ട് 10 കിലോ അത് പറ്റും. 100 ഗ്രാമോ 200 ഗ്രാമോ? അളന്നായാലും കഴിക്കണ്ട, ചോറ് കഴിക്കേ വേണ്ടാന്ന്.
വൈസ് അൺഹെൽത്തി ഫ്രണ്ട്ഷിപ്സ്, ടോക്സിക് ഫ്രണ്ട്ഷിപ്പ്. ഇന്ന് ഡേറ്റ് എത്രയാ? ഇന്ന് ജൂൺ ഇന്ന് ജൂൺ 4 വെനസ്ഡേ. അപ്പൊ നാളെ മുതൽ ജൂൺ 5 തേഴ്സ്ഡേ ടു ഓഗസ്റ്റ് 5. ജൂൺ, ജൂലൈ 5, ഓഗസ്റ്റ് ഒരു മാസമാവുള്ളൂ. ജൂലൈ 5 to ഓഗസ്റ്റ് 5 ഒരു മാസം. ഓഗസ്റ്റ് സെപ്റ്റംബർ. സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5-നുള്ളിൽ ഇവര് 4 പേരും 10 കിലോ വെച്ച് കുറയ്ക്കും. चल लगा बैठ, 10 साल के बाद वापस आएंगे यहीं पे आज एक ही दिन, देखेंगे कौन ज्यादा सक्सेसफुल है। हे हिम्मत बोल, आएगा आएगा।